ഇന്ത്യ ഒരു യുദ്ധത്തിൻ്റെ മുനമ്പിലാണോ എന്ന ചോദ്യം ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട്. അതിന് നമുക്ക് കാരണമറിയാം. പഹൽഗാമിൽ നമ്മുടെ നിരവധി മനുഷ്യരെ തോക്ക് കൊണ്ടുവന്ന് നേരിട്ട് വെടിവെച്ചു കൊന്നു ഭീകരർ. ഒരു രാജ്യത്തിനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവരുടെ രാജ്യത്ത് കടന്നു വന്ന്, ഇതൊരു സൈനികാക്രമണമല്ല, വ്യക്തിപരമായി അത് പുരുഷന്മാരെ തെരഞ്ഞ് കൊന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് ഏറ്റവും അപമാനകരമായ കാര്യമാണ്. രാജ്യത്തിനകത്താണ്. അവരെ എങ്ങനെ ഇത്രയും ആയുധങ്ങളുമായി ഇവിടെ കടന്നു എന്ന ചോദ്യമൊക്കെ അവിടെയുണ്ട്. സുരക്ഷാ സംവിധാനത്തിൽ വീഴ്ചയുണ്ടായോ എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനൊന്നും സർക്കാർ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അത് മറുപടി പറയാൻ അവരെ കൊണ്ട് കഴിയും തോന്നുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഉണ്ടായ ആക്രമണങ്ങളിലും നമ്മൾ ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഇന്ത്യൻ അതിർത്തിക്കകത്ത് ഭീകരവാദികളായ ആളുകൾക്ക് ആയുധവുമായി എത്താൻ കഴിയുന്നത്? അതിന് ഇന്ത്യയിൽ നിന്ന് ആരുടെയെങ്കിലും പിന്തുണയുണ്ടോ? ഇതൊക്കെ വളരെ നിർണായകമാണ്. കാരണം ഇത് യുദ്ധത്തിലൂടെ മറുപടി പറയാൻ പറ്റുന്ന കാര്യമില്ല. യുദ്ധമില്ലാതെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിൽ എവിടെയെങ്കിലും തകരാറുകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. സൈനിക സേവനത്തിലെ മുൻ റിട്ടയർ ചെയ്ത ചില ആളുകൾ വളരെ കൃത്യമായി അത് പറഞ്ഞു. സുരക്ഷാ സംവിധാനത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. യുദ്ധത്തിലേക്ക് വന്നാൽ ഇന്ത്യ ഇപ്പോൾ റഫേൽ വിമാനങ്ങൾ വാങ്ങുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. റഫേൽ വിമാനവുമായി ബന്ധപ്പെട്ട് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും നമ്മളിപ്പോൾ കിടക്കുന്നില്ല. കാരണം ഇപ്പോൾ രാജ്യരക്ഷയുടെ വിഷയമാണ്. കപ്പലുകൾ സജ്ജമാക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഉടനടി ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, യുദ്ധമുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ലോകത്തെ എവിടെയും. അത് ഉക്രൈനിലായാലും പലസ്തീനിലായാലും ലെബനനിലായാലും ഒരു യുദ്ധം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം യുദ്ധത്തിൽ നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ യുദ്ധം തീരുമാനിക്കുന്ന ആളുകൾക്കല്ല, സാധാരണ മനുഷ്യർക്കാണ്. അതുകൊണ്ട് യുദ്ധവിരുദ്ധത എന്നത് ഇന്ന് ലോകത്തെ ഒരു രാഷ്ട്രീയമാണ്. ആർക്കു വേണ്ടിയാണ് യുദ്ധം? ഇത് നമ്മൾ പറയുമ്പോഴും ഇന്ത്യ രാജ്യത്ത് ഇനി കടന്നു വരാൻ പാടില്ല ഒരു ഭീകരൻ എന്ന അർത്ഥത്തിൽ അതിന് സഹായിച്ചു എന്ന് നാം കരുതുന്ന പാകിസ്ഥാനെ നമുക്ക് ഒരു ഭീഷണിപ്പെടുത്തേണ്ടതുണ്ട്. അതൊരു പക്ഷേ യുദ്ധത്തിലൂടെ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വേണമെന്നില്ല. നിരവധി മാർഗങ്ങളുണ്ട്. ഇപ്പം നമ്മൾ സിന്ധു നദിയിലെ ജലവുമായി ബന്ധപ്പെട്ട് ജനാബ് നദിയിലെ വെള്ളം കൊടുക്കാതിരിക്കുക തുടങ്ങിയ ചില പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എത്ര കാലം നിൽക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിനൊക്കെയുള്ള ഒരു പ്രതിസന്ധി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ വലിയൊരു മഴ ആ പ്രദേശത്ത് പെയ്താൽ ആ വെള്ളം തുറന്നു വിടാതിരിക്കാൻ പറ്റില്ല. തുറന്നു വിട്ടാൽ അത് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഒരു നദി എന്ന് പറയുന്ന ഒരു സ്വാഭാവിക ഇതിനെ നമ്മൾ തടഞ്ഞു നിർത്തി എത്ര കാലം ഒരു ആയുധമാക്കി അത് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. അത് നമ്മളിപ്പോൾ പറയുന്നില്ല. നേരിട്ട് ആയുധ യുദ്ധം, അത് വിമാനം ഉപയോഗിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പോർവിമാന കപ്പലുകൾ അവിടെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുമോ നമുക്കറിയില്ല. അതായിട്ടാണെങ്കിലും ഇനി കരയുദ്ധമായിട്ടാണെങ്കിലും ഉണ്ടാകുമോ? ഇതുണ്ടാകുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു കാര്യം നമുക്കിന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഒരു എത്ര ശക്തമായ രാജ്യമാണെങ്കിലും വേറൊരു രാജ്യത്തെ തീർത്തും ഇല്ലാതാക്കുന്ന തരത്തിലൊരു യുദ്ധം ചെയ്യാൻ ആർക്കും കഴിയില്ല. റഷ്യ വളരെ ശക്തമാണ്, പക്ഷേ ഉക്രൈൻ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുക. ഇസ്രായേലിന് അമേരിക്ക അടക്കമുള്ള പിന്തുണയുണ്ട്. എന്നിട്ട് പോലും ഫലസ്തീനിൽ ജനത പോരാടിക്കൊണ്ടിരിക്കുക. ഹമാസ് ആയാലും അല്ലെങ്കിൽ മറ്റു രീതിയിലായാലും. ഇസബിള്ളേ, ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഒരു യുദ്ധത്തിലൂടെ മറ്റൊരു രാജ്യത്തെ പിടിച്ചടക്കുക. ഒരുപക്ഷെ 1970 നമുക്ക് ബംഗ്ലാദേശിനെ പൂർണ്ണമായി കീഴടക്കി സ്വതന്ത്ര രാജ്യമാക്കിയ ഒരു ചരിത്രമൊക്കെ ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാൻ രണ്ടായി കൃത്യമായി കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശിനെ ഇന്ത്യൻ സൈന്യം കീഴടക്കി. അവിടുത്തെ കമാൻഡർ ഇൻ ചീഫ് കീഴടങ്ങൽ കരാറിൽ ഒപ്പിട്ടു. അതൊക്കെ ഒരു വളരെ അപൂർവമായ സംഗതികളാണ്. അവർ പാകിസ്ഥാൻ സൈന്യം അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി. ബംഗ്ലാദേശ് സ്വതന്ത്ര രാജ്യമായി. അതൊക്കെ വേറെ കാര്യം. അതുകൊണ്ട് ചില ഗുണങ്ങളുമുണ്ട്. പാകിസ്ഥാന്റെ അതിർത്തിയിൽ നമ്മൾ നിർത്തുന്ന പോലെ പട്ടാളക്കാരെ കിഴക്ക് അതിർത്തിയിൽ നിർത്തേണ്ട കാര്യമില്ല. കിഴക്ക് നമുക്ക് അത്ര പട്ടാളക്കാരെ ആവശ്യമില്ല. ബംഗ്ലാദേശ് അതിർത്തിയിൽ നമ്മളങ്ങനെ സൈനിക വിന്യാസമൊന്നും നടത്തുന്നില്ല. കാരണം ബംഗ്ലാദേശിനെ കൊണ്ട് അങ്ങനെ ഒരു ഇത് നടത്താൻ കഴിയില്ല. ഇന്ത്യയുമായി ഒരു സൗഹൃദ, ഇടയ്ക്ക് ചില എതിർപ്പുകൾ ഉണ്ടെങ്കിലും സൗഹൃദമായിട്ട് പോകാനേ ബംഗ്ലാദേശിന് കഴിയും. അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ മുഴുവൻ കേന്ദ്രീകരണം നമുക്ക് പാകിസ്ഥാന്റെ ഏരിയയിലും ചൈനയുമായി ബന്ധപ്പെട്ട അതിർത്തികളിലും ആണ് നമുക്ക് വേണ്ടി വരുന്നത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പുറത്ത് ഒഴിവാകും. പക്ഷെ അത് പറയുമ്പോഴും ഇന്ന് അങ്ങനെയുള്ളൊരു യുദ്ധത്തിലേക്ക് പോയാൽ
എന്തായിരിക്കും അതിൻ്റെ ഫലം എന്ന് ചോദിക്കേണ്ടത്. ഇന്ത്യ അണുവിസ്ഫോടനം നടത്തിയപ്പോൾ അന്ന് ഇവിടെ നമ്മൾ അവകാശപ്പെട്ടത്, 2004 നമ്മൾ അവകാശപ്പെട്ടത്, നമ്മൾ അണുശക്തിയായി ഇനി ആരും നമ്മെ തൊട്ടില്ല. പക്ഷെ 15 ദിവസത്തിനകം പാകിസ്ഥാൻ അണുവിസ്ഫോടനം നടത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ആണവായുധം ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് എന്ന് പാകിസ്ഥാൻ അറിയിച്ചു. 7ാമത്തെ രാജ്യമായി, പരസ്യമായി ഇത് നടത്തുന്ന 6ാമത്തെ രാജ്യം ഇന്ത്യയാണെങ്കിൽ 7ാമത്തെ രാജ്യം അണുബോംബ് പൊട്ടിച്ച രാജ്യമായി. അന്ന് തന്നെ നയതന്ത്ര വിദഗ്ധർ പറഞ്ഞൊരു കാര്യമുണ്ട്, പട്ടാള വിദഗ്ധർ. എന്താ കാര്യം? 2 രാജ്യവും ആണവ രാജ്യങ്ങളാണെങ്കിൽ അവരുടെ സൈനിക ശക്തിക്ക് വലിയ ഫലമില്ല. കാരണം ഗതികെട്ടാൽ ആണവായുധം പ്രയോഗിക്കുന്നു. ഇപ്പൊ പാകിസ്ഥാനിലൊരു തല തിരിഞ്ഞ ഭരണാധികാരി ഒരു ആണവായുധം ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചാൽ തടയാൻ നമുക്കൊരു വഴിയില്ല. നമുക്ക് തിരിച്ചൊരു ആണവായുധം പ്രയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് അവർ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്താൽ നമുക്കുണ്ടാവുന്ന നാശം വളരെ വലുതായിരിക്കും. നമുക്കറിയാം ഹിരോഷിമ നാഗസാക്കി പോലെ, അതുപോലെ പോലുമല്ല, അതിനേക്കാൾ ജനസാന്ദ്രതയുള്ളതാണ് ഇന്ത്യ. നമ്മുടെ നഗരങ്ങൾ, ബോംബെയോ ഡൽഹിയോ കൽക്കട്ടയോ പോട്ടെ, ചെറിയ നഗരങ്ങൾ പോലും അനേക ലക്ഷം മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ അവർ ആക്രമണം നടത്തിയാൽ നമ്മുടെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പലതരത്തിലുള്ള ദ്രോഹം, മരണമടക്കം ഉണ്ടാവും. ഒരുപക്ഷെ ആ നഗരത്തിലേക്ക് നമുക്ക് പിന്നെ കുറേ കാലത്തേക്ക് പോകാൻ കഴിയില്ല. അവിടെ അടച്ചു കെട്ടി ഇതെല്ലാം പോകണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യ തിരിച്ചടിച്ചാലും ഈ നഷ്ടം നമുക്ക് നികത്താൻ കഴിയില്ല. പക്ഷെ മറ്റ് യുദ്ധങ്ങൾക്ക്, നമ്മൾ സാധാരണ യുദ്ധം, കരയുദ്ധമോ വിമാന യുദ്ധമോ ഒക്കെ ആണെങ്കിൽ ഉണ്ടാവുന്ന നാശത്തിൻ്റെ പല മടങ്ങാണിത്. ഇപ്പൊ ഇന്ത്യയുടെ 1 ലക്ഷം പേരെ കൊന്നു, നമ്മൾ അവരുടെ 1.5 ലക്ഷം പേരെ ലാഹോറിലോ അല്ലെങ്കിൽ വേറെ കൊന്നാലും ഒരു കാര്യമില്ല. കാരണം ഇവിടെ ഉണ്ടായ നാശം ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇത് ക്രിക്കറ്റ് മാച്ച് അല്ലല്ലോ, നമ്പർ നോക്കാൻ. അപ്പൊ അതുകൊണ്ട് ആണവശക്തിയായ കൂടിയായ പാകിസ്ഥാൻ ഒരു മിസൈൽ ഉണ്ടാക്കുന്നു നമ്മളെ ഭയപ്പെടുത്താൻ, നമ്മളെ മാത്രമല്ല ഉള്ളവർക്ക് ഭയപ്പെടുത്താൻ, വേറെ ആരെ ഭയപ്പെടുത്താൻ? അതുകൊണ്ട് കരയുദ്ധം അല്ലെങ്കിൽ വ്യോമയുദ്ധം എത്രത്തോളം ഫലപ്രദമാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയുടെ സൈന്യം വളരെ ശക്തമാണ്. ആ സൈന്യം പാകിസ്ഥാനിലേക്ക് വല്ലാതെ കയറിയാൽ, അവർക്ക് എന്തെങ്കിലും ദുർബുദ്ധി തോന്നിയാൽ അത് ലോകത്തിന് തന്നെ വലിയ നാശമാവും. കാരണം ഇനിയൊരു അണ്വായുധം ലോകത്ത് പ്രയോഗിക്കപ്പെടരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ശാസ്ത്രജ്ഞന്മാരാണ് ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെയുള്ള ആളുകൾ. കാരണം ഐൻസ്റ്റൈൻ മാത്രമല്ല, ലോകത്ത് സമാധാനപ്രിയരായ മുഴുവൻ ആളുകളും പറഞ്ഞു തിരുത്താൻ കഴിയാത്ത വലിയൊരു തെറ്റാണ്. അതുകൊണ്ട് അണവായുധം പ്രയോഗിക്കപ്പെടില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം പാകിസ്ഥാനും ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അവിടെയും പട്ടാളമാണ്, ജനാധിപത്യമൊന്നുമല്ല അവിടെയുള്ളത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. പട്ടാളത്തിനാണ് സർവാധികാരം. എങ്കിലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു കടുങ്കൈന് അവർ പോകുമോ? അവർക്ക് ചൈനയുടെ പിന്തുണയുണ്ട് എന്ന് പറയുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദത്തിനെതിരായി നമ്മളോട് പിന്തുണ പറയും, അതേ പിന്തുണ തന്നെ ഭീകരവാദത്തിനെതിരായി പാകിസ്ഥാനോടും പറയും. അങ്ങനെയുണ്ട്. 2 പേർക്ക് അവർ ആയുധം കൊടുക്കും. 2 പേരും തമ്മിൽ അടിച്ചാലേ അവർക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അതിൻ്റെ ശക്തി കാണിച്ചു കഴിഞ്ഞു. ഞങ്ങൾ സുസജ്ജമാണ്, നേരിടാൻ സുസജ്ജമാണ്. അതെന്നും ഇന്ത്യൻ സൈന്യം അങ്ങനെ സുസജ്ജമാണ്. ഞാൻ പറഞ്ഞ 1970 ബംഗ്ലാദേശ് യുദ്ധം, ഇന്ത്യ സുസജ്ജമാണ്. പക്ഷേ യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കേണ്ടി വരും ഒരു ഭരണാധികാരിക്ക്. അതുകൊണ്ട് വൈകിയെന്നോ നേരെ വൈകിയെന്നോ ഞാൻ കണക്കാക്കുന്നില്ല. പലവട്ടം ആലോചിക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ അന്താരാഷ്ട്ര മാനങ്ങൾ എന്താണ്. മാത്രമല്ല പാകിസ്ഥാൻ പല രീതിയിൽ ഇന്ത്യയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൗദി അറേബ്യ പോലെയുള്ള അവരുടെ സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യക്ക് മേൽ യുദ്ധത്തിനെതിരായി സമ്മർദ്ദം ചെലുത്തുക. പക്ഷെ ഇവിടെ യുദ്ധത്തിന്റെ ഭീഷണി ഇന്ത്യ മുഴക്കുന്നത് പാകിസ്ഥാനിലെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയല്ല, മറിച്ച് ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം ഇനി ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല. അതിന് പാകിസ്ഥാൻ സഹായം നൽകാൻ പാടില്ല. ഇപ്പോ ചില സംഘടനകളെ ഐക്യരാഷ്ട്രസഭ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചു, TRF പോലെ. അവരെ പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് അവർ ഭീകര സംഘടനയല്ല. ഐക്യരാഷ്ട്രസഭയിൽ അവർ പോയി പറഞ്ഞു ഒരു ഭീകര സംഘടനയല്ല, അവരല്ല ഇന്ത്യയിൽ ആക്രമണം നടത്തിയതെന്ന്. അതെങ്ങനെ പറയാൻ പറ്റും നമുക്കറിയില്ല. പാകിസ്ഥാൻ അത്ര കൃത്യമുണ്ടോ ആരാണ് നടത്തിയത്? എങ്കിൽ അവരത് പറഞ്ഞാൽ മതി, ഇന്ന ആളുകളാണ് നടത്തിയത് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അയൽവക്കത്തിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റങ്ങളും ആക്രമണങ്ങളും ഒരു രാജ്യത്തിനും സഹിക്കാൻ പറ്റില്ല. മാത്രമല്ല ഒടുവിൽ കാശ്മീർ, അവിടെ മറ്റ് ജനാധിപത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും
കാശ്മീരിലെ ജനങ്ങൾ കുറെ സന്തുഷ്ടരായിരുന്നു. അവർക്ക് തെരഞ്ഞെടുപ്പ് നടന്നു, അവരുടെ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ അവിടെ അധികാരത്തിലുണ്ട്, അവിടെ ടൂറിസം നന്നായി വളർന്നു വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല സീസണാണ് അവർക്ക് ഇപ്പോൾ ഈ വേനൽക്കാലം. പക്ഷെ ആ ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഭീകരാക്രമണമായാലും യുദ്ധമായാലും അവിടുത്തെ ജനങ്ങൾക്ക് അത് ഇഷ്ടമാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവരുടെ വരുമാനമാണ്, വല്ലപ്പോഴും അത് കിട്ടുള്ളൂ. ടൂറിസം വരുമാനം വളരെ കാലികമാണ്, ഇന്ന് കിട്ടിയാൽ നാളെ കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് കാശ്മീരിൻ്റെ സമാധാനം, കാശ്മീരിലെ ജനങ്ങളുടെ ജീവിതം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇന്ത്യ അത്തരത്തിലൊരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ പോവുക എന്ന് ഞാൻ കരുതുന്നു. കാരണം അത് ഇന്ത്യയുടെ ജനങ്ങളുടെ താല്പര്യമാണ്. ജനാധിപത്യം അങ്ങനെയാണല്ലോ, അല്ലാതെ എടുത്തു ചാടില്ല ഇന്ത്യ എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ യുദ്ധത്തിന് കളമൊരുക്കാൻ പാകിസ്ഥാനും തയ്യാറല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.